എല്ലാവർക്കും നമസ്കാരം. കുറച്ച് വർഷങ്ങളായിട്ട് വീട്ടിൽ മണിത്താറാവും കുട്ടനാടൻ താറാവെല്ലാം വളർത്തിക്കൊണ്ടിരിക്കുന്നു. ആ അനുഭവങ്ങളാണ് ഈ വീഡിയോയിൽ. വീട്ടിൽ ഏകദേശം ഒരു 3-4 വർഷം മുമ്പാണ് ഒരു 10 കുട്ടനാടൻ താറാവ് വാങ്ങിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വരുമാനത്തിനോ അല്ലെങ്കിൽ കൃഷിക്കായിട്ട് വാങ്ങിയതല്ല, വീട്ടിൽ ഒരു രസത്തിനായിട്ട് തന്നെ വാങ്ങിയതാണ്. വീട്ടിൽ കുറേ കോഴികളൊക്കെ ഉണ്ടെങ്കിലും താറാവില്ലായിരുന്നു. ആദ്യമായിട്ടാണ് താറാവ് വളർത്തുന്നത്. അപ്പോൾ അതിനാദ്യം തന്നെ ഒരു ചെറിയ കുഴി എടുത്തിട്ട് കുറച്ച് വെള്ളം നിറച്ചിട്ട് ആ കുഴിയിലേക്ക് അത് വിട്ടു. പക്ഷെ ആദ്യമൊന്നും അത് വെള്ളത്തിൽ പോയിരുന്നില്ല. വീട്ടിലെ ഭക്ഷണങ്ങൾ, ബാക്കി വന്ന ഭക്ഷണങ്ങളും പിന്നെ കുറച്ച് അരി, ഗോതമ്പെല്ലാം കൊടുത്തിട്ടാണ് ആദ്യം അതിനെ വളർത്തിയത്. പിന്നെ ഒരു വർഷം കഴിഞ്ഞ് മണിത്താറാവിനെ വാങ്ങി. ഒരു കുഞ്ഞിന് 200 വെച്ച് 10 മണിത്താറാവിനെ വാങ്ങി. മണിത്താറാവ് നല്ല പ്രതിരോധ ശക്തിയുള്ള വിഭാഗമാണ്. അത്യാവശ്യം മണിത്താറാവ് പറക്കും. നെല്ല് മുതൽ പച്ചക്കറി വരെ മണിത്താറാവ് കഴിക്കും. കണ്ണിന് ചുറ്റും നല്ല ചുവന്ന കൂളിംഗ് ഗ്ലാസ് വെച്ച പോലെയുള്ള വിഭാഗമാണ് മണിത്താറാവ്. പിന്നെ ഇവർക്ക് കൂട്ടായിട്ട് 4 വികോപ കുഞ്ഞുങ്ങളെ വാങ്ങി. അതിനൊന്നിന് 250 രൂപയായിരുന്നു. നല്ല അരയന്നം പോലെ ഇരിക്കുന്ന സുന്ദരന്മാരാണ് വികോപകൾ. പക്ഷെ വാങ്ങിയ 4 എണ്ണവും പൂവന്മാരായിരുന്നു. അതുകൊണ്ട് മുട്ടയൊന്നും ഇട്ടിട്ടില്ല. മണിത്താറാവ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന പോലെ ഒരുപാട് മുട്ടയിടും. മുട്ടയിടുക മാത്രമല്ല, അട വെച്ച് വിരിക്കുകയും ചെയ്യും. ഇപ്പോൾ കുട്ടനാടൻ താറാവും മണിത്താറാവും എല്ലാം കൂടി ഒരു 10 മുട്ട ദിവസവും കിട്ടാറുണ്ട്. അത്യാവശ്യം നമുക്ക് കൊടുക്കാനുള്ള മുട്ട പോലും ഇപ്പോൾ കിട്ടാറുണ്ട്. രാവിലെയും വൈകിട്ടും അതിൻ്റെ കരച്ചിൽ കേൾക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മളൊക്കെ എത്ര ഒരുങ്ങിയാലും എല്ലാവരുടെയും ശ്രദ്ധ ആദ്യം പോകുന്നത് ഇവരിലേക്കാണ്. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ നമ്മൾ വീട്ടിലെടുത്ത ആ കുഴിയിലെ വെള്ളമെല്ലാം അഴുക്കായിട്ടുണ്ടാകും. അപ്പോൾ അതെല്ലാം മാറ്റി കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. കാരണം ഇവർ കൂടുതലും ചിലവഴിക്കുന്നത് വെള്ളത്തിലാണല്ലോ. ഇപ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന പ്രധാന ഭക്ഷണം, മില്ലിൽ പോയി അവിൽപ്പൊടിയും നെല്ലിൻ്റെ തവിടും വാങ്ങിയിട്ട് അത് നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കാറ്. കാരണം ആദ്യമെല്ലാം ഇതിൻ്റെ മുട്ടയ്ക്ക് തോടിന് ബലമല്ല ഇല്ലായിരുന്നു. പിന്നെയാണ് ഡോക്ടർ പറഞ്ഞതനുസരിച്ചിട്ട് കുറച്ച് കാൽസ്യം മിക്സ് ചെയ്ത് കൊടുത്തു. പക്ഷേ ഈ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയത് പിന്നെ അതിനൊരു പ്രശ്നമില്ല. പിന്നെ നമ്മുടെ മീൻകാരൻ ചട്ടം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തല, മീനിൻ്റെ തലയെല്ലാം ഇവർക്കുള്ളതാണ്. വീട്ടിൽ എത്ര വേണമെങ്കിലും അരിയിടാം, ഒരിക്കലും വേസ്റ്റ് ആവില്ല. 0 വേസ്റ്റേജാണ്. നമുക്ക് വീട്ടിൽ ബാക്കി വരുന്ന ഭക്ഷണങ്ങളും പച്ചക്കറിയും കറികളും എല്ലാം കൊടുക്കും. അപ്പോൾ ഇത്രയാണ് ഇവരുടെ വിശേഷങ്ങൾ. എന്തായാലും ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ. നെഞ്ചിലൊതുങ്ങി മുന്നാഴി